Ray optics part 2. Refraction എന്താ നോക്കാം. Bending of light when it passes from one medium to another. ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പാസ് ചെയ്യുന്ന സമയത്ത് അത് ബെൻഡ് ചെയ്യുന്നു. ബെൻഡിങ്ങിനെ വിളിക്കുന്ന പേരാണ് റിഫ്രാക്ഷൻ. ലോസ് ഓഫ് റിഫ്രാക്ഷൻ നോക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് മീഡിയാസ് കൺസിഡർ ചെയ്യുന്നു, എയറും വാട്ടറും. നമ്മളൊരു നോർമൽ വരയ്ക്കുന്നു. ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ മുകളിൽ. ഐ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, അതായത് ഇൻസിഡൻറ്റ് റേയും നോർമലും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ. ഇനി റേ റിഫ്രാക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇനി റിഫ്രാക്റ്റഡ് റേയും നോർമലും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആറ്. ആറിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇനി ഫസ്റ്റ് ലോ നോക്കാം. ഇൻസിഡൻറ്റ് റേ, റിഫ്രാക്റ്റഡ് റേ ആൻഡ് നോർമൽ ലൈ ഇൻ ദ സെയിം പ്ലെയിൻ. ഇൻസിഡൻറ്റ് റേയും റിഫ്രാക്റ്റഡ് റേയും നോർമലും ഒരേ പ്ലെയിനിലായിരിക്കും, ഒരേ തലത്തിലായിരിക്കും. ഇനി രണ്ടാമത്തെ ലോ, അതിനെ വിളിക്കുന്ന പേര് സ്നെൽസ് ലോ എന്നാണ്. എന്താണ് സ്നെൽസ് ലോ നോക്കാം. n is equal to sin I by sin r is equal to n2 by n1 is equal to c by v. ഇതിൽ n-നെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അതുപോലെ തന്നെ ഐ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. ആർ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ്. n2 എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മീഡിയം ടു, ഇവിടെ മീഡിയം ടു വാട്ടർ ആണ്. n1 എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ ആണ്. c എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. v എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ മീഡിയം, അതായത് ഇവിടെ വാട്ടർ ആണ്. ഇനി അപ്ലിക്കേഷൻസ് ഓഫ് റിഫ്രാക്ഷൻ. ഫസ്റ്റ് അപ്ലിക്കേഷൻ നോക്കുക. വെൻ ആൻ ഒബ്ജക്റ്റ് ഇൻ എ ഡെൻസർ മീഡിയം ഈസ് വ്യൂഡ് ഫ്രം എ ററർ മീഡിയം ഇറ്റ് അപ്പിയേഴ്സ് ടു ബി ലിറ്റിൽ റൈസ്ഡ്. ദിസ് ഈസ് ഡ്യൂ ടു റിഫ്രാക്ഷൻ. അതായത് ഡെൻസർ മീഡിയത്തിലുള്ളൊരു വസ്തുവിനെ നമ്മൾ ററർ മീഡിയത്തിൽ നിന്ന് നോക്കുക. അതായത് വെള്ളത്തിലുള്ളൊരു വസ്തുവിനെ നമ്മൾ എയറിൽ നിന്ന് നോക്കുക. അപ്പോൾ അത് കുറച്ച് ഉയർന്നു നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ഇതിനുള്ള കാരണം റിഫ്രാക്ഷൻ ആണ്. ഇത് റിഫ്രാക്ഷൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. ഇതിൽ നിന്ന് നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാനുള്ള ഫോർമുല എഴുതാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n ഈസ് ഈക്വൽ ടു റിയൽ ഡെപ്ത് ബൈ അപ്പാരൻറ്റ് ഡെപ്ത്. റിയൽ ഡെപ്ത് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഡെപ്ത് ആണ്. അപ്പാരൻറ്റ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണുന്ന ഡെപ്ത് ആണ്. അതിൽ നിന്ന് നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n കണ്ടുപിടിക്കാം. ഇനി രണ്ടാമത്തെ ആപ്ലിക്കേഷനായിട്ട് നമുക്ക് പറയാം. സൺ ഈസ് വിസിബിൾ ബിഫോർ സൺറൈസ് ആൻഡ് ആഫ്റ്റർ സൺസെറ്റ് ഡ്യൂ ടു അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ. അപ്പോൾ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ സൂര്യനെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അസ്തമിച്ചതിന് ശേഷവും കുറച്ച് സമയത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കും. അതിനുള്ള കാരണം ഏതാണ്? അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ ആണ്. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നമുക്കിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഹൗ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ ഓഫ് സൺലൈറ്റ് അഫക്ട്സ് ദ ഡ്യൂറേഷൻ ഓഫ് ദി ഡേ ആൻഡ് നൈറ്റ്. അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ ഡേ ആൻഡ് നൈറ്റിൻ്റെ ഡ്യൂറേഷനെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നതെന്ന്. സൺ ഈസ് വിസിബിൾ ബിഫോർ സൺറൈസ് ആൻഡ് ആഫ്റ്റർ സൺസെറ്റ് ബിക്കോസ് ഓഫ് അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ. റിഫ്രാക്ഷൻ കാരണം സണ്ണിനെ ഉദിക്കുന്നതിന് മുമ്പും അസ്തമിച്ചതിന് ശേഷവും നമുക്ക് കുറച്ച് സമയത്തേക്ക് കാണാൻ സാധിക്കും. സോ ഡ്യൂറേഷൻ ഓഫ് ഡേ ഇൻക്രീസസ് ബൈ 4 minutes. ഇനി എന്താണ് ക്രിട്ടിക്കൽ ആംഗിൾ? It is the angle of incidence in the denser medium at which angle of refraction is 90 degree. അതായത് ഡെൻസർ മീഡിയത്തിലുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എപ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആകുമ്പോൾ ആ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. നമ്മളിവിടെ ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്. ആ ഫിഗറിൽ രണ്ട് മീഡിയമാണ്. ഒന്ന് ററർ മീഡിയവും ഡെൻസർ മീഡിയം. ററർ മീഡിയം എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയം. ഉദാഹരണത്തിന് എയർ, വാട്ടർ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. നമ്മൾ നോർമൽ വരയ്ക്കുന്നു. ഡെൻസർ മീഡിയത്തിൽ നിന്ന് ററർ മീഡിയത്തിലേക്കാണ് ഇവിടെ ലൈറ്റ് എൻട്രി ചെയ്യുന്നത്. അപ്പോൾ റിഫ്രാക്ഷൻ സംഭവിക്കുന്ന റേ നമ്മളിവിടെ കാണാനുണ്ട്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയി നമ്മൾ വരച്ചു. അതുപോലെ തന്നെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 6 അടയാളപ്പെടുത്തി. ഇനി സെക്കൻഡ് കേസിൽ നമ്മൾ നോക്കുക. ഒരു പ്രത്യേക ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രിയാണ് വരുന്നത്. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. അതാണ് നമ്മളിവിടെ ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻ ദ ഡെൻസർ മീഡിയം അറ്റ് വിച്ച് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് 90 ഡിഗ്രി. അപ്പോൾ നമ്മളെ ഫിഗറിലെ രണ്ടാമത്തെ കേസിൽ, അതായത് ഒരു പ്രത്യേക ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ ആ രണ്ട് മീഡിയത്തിനെ സെപ്പറേറ്റ് ചെയ്യുന്ന തലത്തിലൂടെ ലൈറ്റ് റിഫ്രാക്ട് ചെയ്തു പോകും. അതായത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആവും. അപ്പോൾ ഏത് ആംഗിൾ ഓഫ് ഇൻസിഡൻസിലാണോ അത് വന്ന് പതിക്കുന്നത് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. ഇനി അടുത്ത കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലാക്കുകയാണ്. അപ്പോൾ ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ റേ അതേ മീഡിയത്തിൽ തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അതിൻ്റെ ഡെഫിനിഷൻ എന്താ നമുക്ക് നോക്കാം.
total internal reflection, if the angle of incidence in the denser medium is greater than critical angle, നേരത്തെ നമ്മൾ പറഞ്ഞ കേസ് if I greater than C, if the angle of incidence in the denser medium is greater than critical angle, the ray reflect in that medium itself. Ray അതേ മീഡിയത്തിൽ തന്നെ റിഫ്ലക്ട് ചെയ്ത് വരുന്നുണ്ട്. This is called total internal reflection. അടുത്തത് കണ്ടീഷൻ ഫോർ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഏതൊക്കെയാണ് നോക്കാം. എന്തൊക്കെയാണ് കണ്ടീഷൻസ് എന്നുള്ളത്. ലൈറ്റ് ഷുഡ് ട്രാവൽ ഫ്രം ഡെൻസർ മീഡിയം ടു ററർ മീഡിയം. ലൈറ്റ് എവിടുന്ന് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? ഡെൻസർ മീഡിയത്തിൽ നിന്ന് ററർ മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. രണ്ടാമത്തെ കണ്ടീഷൻ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആരേക്കാൾ കൂടുതലായിരിക്കണം? ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലായിരിക്കണം. റിലേഷൻ ബിറ്റ്വീൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആൻഡ് ക്രിട്ടിക്കൽ ആംഗിൾ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N, ക്രിട്ടിക്കൽ ആംഗിൾ C, ഇവ തമ്മിലുള്ള റിലേഷൻ എന്താണ്? അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് മീഡിയംസ് കൺസിഡർ ചെയ്യുന്ന ഒരു ററർ മീഡിയം, അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 ആണ്. ഡെൻസർ മീഡിയം, അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2 ആണ്. നമ്മൾ നോർമൽ വരയ്ക്കുന്നു. അപ്പോൾ ഇവിടെ ലൈറ്റ് എൻ്റർ ചെയ്യുന്നത് ഡെൻസർ മീഡിയത്തിൽ നിന്ന് ററർ മീഡിയത്തിലാണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആംഗിൾ ആണ്. അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ നമുക്കിത് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്ര വരുന്നത്? 90 ഡിഗ്രിയാണ്. ഇനി നമ്മൾ സ്നെൽസ് ലോ യൂസ് ചെയ്യാണ്. സ്നെൽസ് ലോയിൽ നമ്മൾ പഠിച്ചത് sin I by sin R is equal to N2 by N1 ആണ്. പക്ഷേ ഇവിടെ ലൈറ്റ് എൻ്റർ ചെയ്യുന്നത് ഡെൻസർ മീഡിയത്തിൽ നിന്ന് ററർ മീഡിയത്തിലായതുകൊണ്ട് നമുക്ക് sin I by sin R is equal to എന്തെന്ന് കൊടുക്കാം? N1 by N2 എന്ന് കൊടുക്കാം. നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഐയുടെ വാല്യൂ C ആണ്, അതുപോലെ തന്നെ ആറിൻ്റെ വാല്യൂ 90 ഡിഗ്രിയാണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. sin C by sin 90 is equal to N1 by N2. sin 90യുടെ വാല്യൂ 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? sin C by 1 is equal to N1 by N2. ഇനി അതിനെ തല തിരിച്ചിട്ട് റെസിപ്രോക്കൽ എടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 by sin C is equal to N2 by N1. N2 by N1ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് N എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വി ഗെറ്റ് ദ റിലേഷൻ N is equal to 1 by sin C. ഇതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ക്രിട്ടിക്കൽ ആംഗിളും തമ്മിലുള്ള റിലേഷൻ. ഇനി നമ്മൾ ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കുകയാണ്. അതിൽ ഫസ്റ്റ് ആപ്ലിക്കേഷനാണ് ഒപ്റ്റിക് ഫൈബർ. എന്താണ് ഒപ്റ്റിക്കൽ ഫൈബർ നോക്കുക. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഫൈൻ ഫൈബർ. ഒരു ഫൈൻ ഫൈബർ ആണ്, ഒരു നാരാണ്. ഇറ്റ് ഈസ് കോട്ടഡ് വിത്ത് മെറ്റീരിയൽ ഓഫ് ലോവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അതിൻ്റെ മുകളിൽ ലോവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മെറ്റീരിയൽ ആയിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. When light enters into it with angle of incidence greater than critical angle, അതിൻ്റെ ഉള്ളിലേക്ക് ലൈറ്റ് എൻ്റർ ചെയ്യാണ് വിത്ത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. അതായത് നമ്മൾ I ഗ്രേറ്റർ ദാൻ C, അതായത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ്റെ ഒരു കണ്ടീഷനാണത്. അപ്പോൾ എന്ത് സംഭവിക്കും? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ടേക്സ് പ്ലേസ് മെനി ടൈംസ് ആൻഡ് കംസ് ഔട്ട് ത്രൂ അതർ എൻഡ്. അപ്പോൾ ഇവിടെ ഫിഗറിൽ നമുക്ക് കാണാം ഒരു ഫൈൻ ഫൈബർ, ചെറിയൊരു പൈപ്പ്. ആ പൈപ്പിൻ്റെ ഉൾഭാഗത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലും, മോൾ ഭാഗത്ത് അത് ലോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മെറ്റീരിയലായിട്ട് കോട്ട് ചെയ്തിരിക്കുന്നു. ലൈറ്റ് അതിനുള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നു. എങ്ങനെ? വിത്ത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോൾ എന്ത് സംഭവിക്കും? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിച്ച് പുറത്തേക്ക് നമുക്ക് ലൈറ്റ് കിട്ടുന്നുണ്ട്. നമ്മളുടെ യൂസസ് നോക്കുക. അതിൻ്റെ എന്തൊക്കെയാണോ നോക്കാം. യൂസ്ഡ് ഇൻ ഒപ്റ്റിക്കൽ സിഗ്നൽ ട്രാൻസ്മിഷൻ. ഒപ്റ്റിക്കൽ സിഗ്നൽ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ യൂസ്ഡ് ആസ് ലൈറ്റ് പൈപ്പ് ഇൻ മെഡിക്കൽ ആൻഡ് ഒപ്റ്റിക്കൽ ഡയഗ്നോസിസ്. അപ്പോൾ സിഗ്നൽ ട്രാൻസ്മിഷന് വേണ്ടി ഉപയോഗിക്കാൻ നമ്മൾ വീട്ടിലെ കേബിളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? ഒപ്റ്റിക് ഫൈബറാണ് യൂസ് ചെയ്യുന്നത്. ഒരുപാട് സിഗ്നൽസിനെ ഒരു ചെറിയ പൈപ്പിലൂടെ നമുക്ക് ഒരേ സമയം കടത്തിവിടാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ മെഡിക്കൽ ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് ഉള്ളിലുള്ള വസ്തുക്കളുടെ, നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള വസ്തുക്കളുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി, അതായത് ചെറിയ നാരുകൾ, ഒപ്റ്റിക് ഫൈബർ നമ്മൾ ചെറിയ സുഷിരങ്ങൾ ഉണ്ടാക്കി അതിലൂടെ ഉള്ളിലേക്ക് കടത്തിയിട്ട് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ ഒപ്റ്റിക് ഫൈബർ വഴി ലൈറ്റ് കടത്തി വിട്ടിട്ട് അതിനകത്ത് നിന്നുള്ള ഫോട്ടോ നമ്മൾ എടുക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ് വരുന്നത് മിറാഷ്. എന്താണ് മിറാഷ് നോക്കാം. ഇറ്റ് ഈസ് ആൻ ഒപ്റ്റിക്കൽ ഇലൂഷൻ സീൻ ഓൺ ഡെസേർട്സ്. ഡെസേർട്സിൽ കാണുന്ന, മരുഭൂമിയിൽ കാണുന്ന ഒരു ഒപ്റ്റിക്കൽ ഇലൂഷനാണ്. ഇൻവേർട്ടഡ് ഇമേജസ് ഓഫ് ഡിസ്റ്റന്റ് ഒബ്ജക്ട്സ് ആർ സീൻ. അതായത് അകലെയുള്ള വസ്തുക്കളുടെ തലതിരിഞ്ഞിട്ടുള്ള ഇമേജുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഡ്യൂ ടു ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ പ്രകാരം നമ്മൾ മരീചിക എന്ന് പറയുന്ന ആ സാധനം ഫിഗറിൽ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ ഇൻവേർട്ടഡ് ഇമേജ് നമുക്ക് കാണുന്നുണ്ട്. അതിനുള്ള കാരണം ഏതാണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. ഇനി അടുത്ത ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആണ് ബ്രില്യൻസ് ഓഫ് ഡയമണ്ട്. It is due to total internal reflection. Light entering into it undergoes total internal reflection many times inside it and comes out through one or two phases.
അപ്പോൾ ഈ ഡയമണ്ടിൻ്റെ ഉള്ളിലേക്ക് ലൈറ്റ് എൻ്റർ ചെയ്യുന്നു, അതിനകത്ത് കുറേ പ്രാവശ്യം ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷന് വിധേയമാക്കിയിട്ട് 1-2 ഫേസിലൂടെ അത് പുറത്തേക്ക് വരുന്നു. ഇത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ്റെ ആപ്ലിക്കേഷൻ ഒരു എക്സാമ്പിളാണ്. ഈ ടോട്ടൽ റിഫ്ലക്റ്റിംഗ് പ്രിസംസ്, നമ്മൾ വാഹനങ്ങളുടെ റിഫ്ലക്ടറൊക്കെ ഉണ്ട് ബാക്കിലൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിലൊക്കെ എങ്ങനെയാണ് ലൈറ്റ് എൻ്റർ ചെയ്തിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ഇവിടെ ലൈറ്റ് എൻ്റർ ചെയ്യുന്നതിൻ്റെ ഒരു ഇത് നമുക്ക് കാണാനുണ്ട്. മറ്റൊരു രീതിയിൽ ലൈറ്റ് എൻ്റർ ചെയ്യുമ്പോൾ ഈ രീതിയിൽ ലൈറ്റ് എൻ്റർ ചെയ്ത് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നുണ്ട്.